എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിയുടെ ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് അവൻ്റെ അതാത് കാലഘട്ടങ്ങളിലെ ആവശ്യകതയ്ക്കനുസരിച്ച് അതാത് വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൻ്റെയോ ഗോത്രങ്ങളുടെയോ രീതിക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്ത ചെറുപാർപ്പിടങ്ങളായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലെ വീടുകൾ. കാലഘട്ടങ്ങൾ മാറി വന്നതിനനുസരിച്ച് രൂപത്തിലും ഭാവത്തിലും ആവശ്യങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തി ഇന്നു കാണുന്ന തരത്തിലുള്ള വീടുകൾ രൂപകൽപ്പന ചെയ്തു. വാസ്തുവിദ്യകളിലും നിർമ്മാണ രീതികളിലും തദ്ദേശീയമായ മാറ്റങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പാർപ്പിടം എന്ന ആവശ്യകതയുടെ പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒന്ന് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. വീട് നിർമ്മിക്കുക എന്നത് ഓരോ സാധാരണക്കാരൻ്റെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം സഫലീകരിക്കുന്നതിന് വേണ്ടി എത്രയോ നാളുകൾ ആ സാധാരണക്കാരൻ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചിട്ടുണ്ടാകും. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണ്. ഒരുപാട് നാളുകളുടെ ആഗ്രഹം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് പോലെ കൂട്ടുകുടുംബാദികളെല്ലാവരും ചേർന്നുകൊണ്ടുള്ളൊരു സുന്ദരമായ ഒരു നിമിഷം. ഈ ഒരു നിമിഷം ചിലപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഏടായിരിക്കും, ഒരു ചരിത്ര നിമിഷമായിരിക്കും അദ്ദേഹത്തിനത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെറും ഒരു കുറ്റിയടിക്കൽ കർമ്മമായി തോന്നുമെങ്കിലും ശരിക്കും അദ്ദേഹത്തിന് അതൊരു മൈൽ സ്റ്റോണാണ്. പാർപ്പിടം എന്ന സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. ഈ ഒരു കുറ്റിയടിക്കൽ കർമ്മം ഇവിടെ നടക്കുമ്പോൾ എത്രയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് തരണം ചെയ്തിട്ടായിരിക്കും അദ്ദേഹം അവിടെ നിൽക്കുന്നത്. ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു നിമിഷം അത് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളൊക്കെ ചില നിമിഷങ്ങളെ ഒന്നും കൂടി കിട്ടിയാൽ എന്നാഗ്രഹിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുതന്നെയാണ് ഇതും. ഈ ഒരു നിമിഷം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. ഈ ഒരു സന്തോഷം, ഈ ഒരു സന്ദർഭം അത് പറഞ്ഞറിയിക്കാൻ പോലും കഴിയത്തില്ല. അതൊരു സാധാരണക്കാരൻ അവൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം പൂവണിയുന്നതിൻ്റെ ആദ്യ ചവിട്ടുപടിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് എത്ര വർണ്ണിച്ചാലോ മനോഹരമായി വിവരിച്ചാലും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അകാരം, ആലയം, ആവസ്തം, ഇല്ലം, ഉദവസിതം, ഓകം, കുടി, കുപ്പാട്, ക്ഷേമം, ഗൃഹം, ഗേഹം, ദിഷ്ണ്യം, നിഖായം, നികേതനം, നിലയം, നിവസനം, നിവാസം, നിശാന്തം, പാർപ്പിടം, പുര, ഭവനം, മന്ദിരം, വസതി, വാസം, വാസ്തു, വേഷ്മം, ശരണം, ശാല, സത്മം, സ്ഥാനം, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ നാമങ്ങളാണ് നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്ന പാർപ്പിടത്തിന്, വീടിന് പറയുന്ന പേരുകൾ. ഈ ഓരോ പേരുകൾക്കും ഓരോ അർത്ഥമുണ്ട്. നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്ന ഈ ഭവനം എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കുന്നത്? മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിച്ച് ക്ഷുദ്രജീവികളിൽ നിന്നും മറ്റ് എല്ലാത്തരം ശത്രുക്കളിൽ നിന്നും പൂർണ്ണമായും സംരക്ഷിച്ച് അവർക്ക് മാനസികമായും ശാരീരികമായും സന്തോഷമുണ്ടാവുന്നതിന് വേണ്ടിയാണ് ഓരോ ആളുകളും സ്വപ്നമായിട്ട് ഭവനം നിർമ്മിക്കുന്നത്. ആ ഭവനം നിർമ്മിക്കുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ട എല്ലാ ചടങ്ങുകളും കൃത്യമായി നിർവഹിക്കുന്നതിൽ അവർ ജാഗരൂകരായി തന്നെ നിൽക്കും. വീട് എന്നാൽ സമാധാനം എന്നും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിന് ശേഷം നമുക്ക് സമാധാനത്തോടു കൂടി അതിൽ കിടക്കണം. ഒരിക്കലും കടബാധ്യത കൂടി അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിച്ചതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് എളിഭ്യനായി നിൽക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. കടം മേടിച്ചുകൊണ്ട് ഒരിക്കലും വീട് പണിയാൻ നിൽക്കരുത്. മാക്സിമം നമ്മളുടെ കൈകളിൽ എന്തുണ്ടോ അതിനനുസരിച്ച് അതിലുതകുന്ന രീതിയിൽ ഒരു ഭവനം നിർമ്മിക്കാൻ ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് ഓരോരുത്തർക്കും വിജയമുണ്ടാവുന്നത്. ഓരോ കുറ്റിയടിക്കൽ കർമ്മവും ഒരു സ്വപ്ന യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഈ കുറ്റിയടിക്കൽ കർമ്മവും ഒരു വലിയ വിജയത്തിലേക്ക് തന്നെ ആവട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഈ വീടിൻ്റെ ഓരോ നിർമ്മാണ ഘട്ടങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബിങ് ഒന്ന് പരിഗണിക്കണേ.